السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞ മുഅ്മിനുകളെ, ഈ ഖുതുബ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം തുഅല്ലിമുനൽ ഹയാത്ത്, ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ വലിയ സൗഭാഗ്യമാണ് നമ്മെ മുസ്ലിമായി ജനിപ്പിച്ചു എന്നുള്ളത്. മുസ്ലിമായി ഈമാനോടെ മരിക്കുവാൻ ശബ്ദം ശ്രവിക്കുന്ന നമുക്കൊക്കെയും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. ഓ സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിന് തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുകയും നാളെയുടെ പാരത്രികമായ ലോകത്തിൻ്റെ വിജയത്തിനു വേണ്ടി നാം എന്താണ് തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് വിചിന്തനം നടത്തട്ടെ എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നാം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള, അള്ളാഹുവിന് തൃപ്തിയുള്ള ജീവിതമാണ് നാം നയിക്കേണ്ടതും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും. ആത്യന്തികമായി പറഞ്ഞാൽ ഈമാനോടുള്ള, റബ്ബിന് തൃപ്തിയുള്ള, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം ലഭിക്കുന്ന ജീവിതമാണ് നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ. സ്ത്രീയോ പുരുഷനോ ആവട്ടെ, വിശ്വാസിയായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവന് മെച്ചപ്പെട്ട ജീവിതം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ നമ്മെ ഉണർത്തുകയാണ്. ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം അല്ലാഹുവിനെ ഓർക്കുക, അല്ലാഹുവിനെ സ്മരിക്കുക എന്നുള്ളത്. നമുക്ക് ഭക്ഷണം നൽകുന്ന, നമുക്ക് വെള്ളം നൽകുന്ന, നമുക്കാവശ്യമായ മുഴുവനും തന്നുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന സർവശക്തനായ റബ്ബിനെ ഓർക്കുക. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ സ്മരിക്കുക വഴി നമ്മുടെ ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കും, നൽകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഉണർത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അല്ലാഹുവിനെ സ്മരിക്കാതെയുള്ള ജീവിതം അത് ഞരക്കമാണ്, നിരാശയാണ്, തോൽവിയാണ്. കാരണം വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻഖ. അല്ലാഹുവിനെ ഓർക്കാതെയുള്ള ജീവിതം ഇടുക്കമാണ്, നഷ്ടമാണ്, പ്രതിസന്ധിയാണ് എന്ന് നമുക്ക് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുകയാണ്. ജീവിത പാഠത്തിൽ മൂന്നാമതായി നാം ചെയ്യേണ്ടത് എപ്പോഴും പ്രാർത്ഥന നടത്തുക, ദുആ ചെയ്യുക. നമുക്കാവശ്യമായ മുഴുവനും റബ്ബിനോട് ഇരന്നുകൊണ്ട് ചോദിച്ചാൽ സർവശക്തനായ റബ്ബ് നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നാം റബ്ബിനോട് ചോദിക്കണം. നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളൊക്കെയും റബ്ബിനോടാണ് നാം ചോദിക്കേണ്ടത്. അങ്ങനെ ഒരു അടിമ ചോദിച്ചാൽ ഉദ്ഊനി അസ്തജിബ് ലക്കും, അവൻ നൽകുമെന്ന കാര്യത്തിൽ സംശയം ഇല്ല. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. രക്ഷിതാവായ റബ്ബ് ലജ്ജയുള്ളയാളാണ്, ദയാപരനാണ്. ഒരടിമ അവൻ സങ്കടപ്പെട്ടുകൊണ്ട് ചോദിക്കുമ്പോൾ അവനെ നിരാശയായി റബ്ബ് മടക്കുകയില്ല. അങ്ങനെ നിരാശയായി മടക്കുന്നത് റബ്ബിന് ഇഷ്ടമില്ലാത്ത ലജ്ജയുള്ള കാര്യമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർത്തുകയാണ്. ജീവിത പാഠങ്ങളിൽ നാലാമതായി നാം ചിന്തിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് സത്യസന്ധതയാണ്. ജീവിതത്തിലുടനീളം സത്യം മാത്രം പറയുന്നത് സത്യത്തിൻ്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാതയാണ് നാം സ്വീകരിക്കേണ്ടത്. ഇന്ന സ്വിദ്ഖ യഹ്ദീ ഇലൽ ബിർ. സത്യസന്ധത നമ്മെ നയിക്കുന്നത് നന്മയിലേക്കാണ്. ആ നന്മ നമ്മെ നയിക്കുന്നത് യഹ്ദീ ഇലൽ ജന്ന, അത് സ്വർഗത്തിലേക്കാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമതായി പറയുന്നത്, നാം ജീവിതത്തിൽ ഒരാളെയും ആക്രമിക്കരുത്, ഒരാളോടും ചതി കാണിക്കരുത്. കാരണം ഇന്നല്ലാഹ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമ ദ്ദാലിമീൻ.
മറ്റൊരു സ്ഥലത്ത് കാണാം വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, അക്രമകാരികളെ അള്ളാഹുവിന് ഇഷ്ടമില്ല, അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു സന്മാർഗം നൽകുകയില്ലെന്ന് പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ പറയുന്നു. അവസാനമായി ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത്, നാം സംസാരിക്കുമ്പോഴും മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴും എപ്പോഴും നല്ല വാക്കുകൾ പറയുക. നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് സന്തോഷം ഇട്ടുകൊടുക്കുക. അതാണ് യഥാർത്ഥ മുഅ്മിനിൻ്റെ ലക്ഷ്യമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ കലിമത്തു ത്വയ്യിബത്തു സ്വദഖ, മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുക, നല്ല വാക്ക് പറഞ്ഞു കൊടുക്കുക, അവരെ സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ പറയുക, അത് സ്വദഖയാണ്, അതിൽ പ്രതിഫലമുണ്ട്, അതിൽ റിവാർഡുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ജീവിതത്തിൽ നാം പാലിക്കേണ്ട നന്മകൾ പാലിച്ചുകൊണ്ട് ഉദാത്തമായ സ്വർഗം പുൽകുന്നവരിൽ നാഥനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ, സ്വർഗം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി